കൈത്താക്കാലം ഒന്നാം ശനി. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. തളർവാത രോഗിയെ സുഖപ്പെടുത്തുന്നു. യേശുവിനെ ശ്രവിക്കാൻ ജനം തിക്കിത്തിരക്കി വന്നുകൊണ്ടിരുന്നു. ഏറ്റവും മുൻപിൽ സ്ഥാനം പിടിക്കാൻ അവർക്കിടയിൽ മത്സരമായിരുന്നു. ആരും ആർക്കും ഒന്നും വിട്ടുകൊടുത്തില്ല. ഒരു തളർവാത രോഗിയെ ചിലർ കട്ടിലിൽ താങ്ങി പിടിച്ചു കൊണ്ടുവന്നെങ്കിലും ആരും അവരെ കടത്തിവിട്ടില്ല. ദൈവീക വിഷയത്തിൽ പോലും മനുഷ്യർ ലവലേശം കരുണയില്ലാത്ത എത്ര സ്വാർത്ഥരാണെന്ന് നോക്കുക. അല്ലെങ്കിലും ദൈവത്തിന്റെ നാമത്തിലാണല്ലോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയത ഉടലെടുത്തിട്ടുള്ളത്. ഒരേ മതവിഭാഗത്തിൽപ്പെട്ടവർ തമ്മിൽ പോലും പരസ്പര സ്പർദ്ധയും വിരോധവുമാണ്. ദൈവാനുഗ്രഹത്തെ തടഞ്ഞു വയ്ക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ലെങ്കിലും അത് നേടിക്കൊടുക്കുവാൻ മനുഷ്യന് സാധ്യമാണെന്ന് ആ സുഹൃത്തുക്കൾ നമ്മുടെ പാഠമാകുന്നു. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പാരസ്പര്യത്തിലേക്കാണ്. 2-3 പേർ ഒരേ മനസ്സോടെ ഒരുമിച്ച് കൂടുന്നിടത്ത് ദൈവസാന്നിധ്യം ഉണ്ടാകും എന്നാണല്ലോ വചനം പറഞ്ഞിരിക്കുന്നത്. ആ വലിയ ജനക്കൂട്ടത്തിനിടയിൽ ദൈവനാമത്തിൽ എത്തിച്ചേർന്നവർ ആ സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. അതിനാൽ അവരിലൂടെ അന്ന് വരെ ആരും ദർശിക്കാത്ത വലിയ അത്ഭുതം അവർക്ക് ദർശിക്കാനായി. ദൈവാത്ഭുതങ്ങളും ദൈവാനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടാത്തതിന്റെ കാരണം ഇതാണ്. നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും സ്വാർത്ഥരഹിതമായിരിക്കട്ടെ. ദൈവാനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന്റെ ശോഭ വർദ്ധിക്കുകയും കൂടുതൽ ദാനങ്ങൾക്ക് അർഹരാവുകയും ചെയ്യും. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്നു കിട്ടും.